CBI അന്വേഷണം കിട്ടുമെന്നുള്ളതായിരുന്നല്ലോ കുടുംബത്തിന്റെ ആദ്യം മുതലുള്ള പ്രതീക്ഷ. പക്ഷെ അത് കിട്ടാതെ പോയതിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്നാണ് എൻ്റെ മോളുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്കോടൊപ്പം തന്നെ പല കാര്യങ്ങളും സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊലപാതകം നടന്നപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ANC വേണം എന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI എൻക്വയറിക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമേ ബന്ധപ്പെട്ട ഗവൺമെൻറ് എന്നെ സമീപിച്ചു. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഹോം സെക്രട്ടറിക്കും DGPക്കുമൊക്കെ നമ്മൾ ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അതിൻ്റെ യാതൊരുവിധ മറുപടിയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജൂൺ 23-ാം തീയതി ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ ചെയ്യുന്നത്. അതിനുശേഷം ജൂൺ 30-ാം തീയതി ഫസ്റ്റ് പോസ്റ്റിങ് നടന്നു. അപ്പോൾ അതിന് ഗവൺമെൻറ്റിലേക്ക് അതിനുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ടൊക്കെ പോയി. അതിനുശേഷം 20ാമത്തെ തവണയാണ് 20 പ്രാവശ്യം ഈ CBI അന്വേഷണത്തിൻ്റെ കേസ് മാറ്റിവെച്ചു. 6 ജഡ്ജിമാർ ഈ കേസ് കുറേ ഭാഗങ്ങളൊക്കെ കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇന്നലെ ഉത്തരവ് വന്നിരിക്കുന്നു. CBI അന്വേഷണം ആവശ്യമില്ല, നമ്മൾ തെളിവുകളൊന്നും ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇന്നാണ് എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയിരുന്നത്. ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ ഇന്ന് രാത്രിയിലാണ് വേറെ സ്ഥലത്ത് പോയിട്ട് വന്നിരിക്കുന്നത്. ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ടായിരുന്നു. അപ്പം കേസ് തള്ളിയതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഇതുവരെയും ഞങ്ങൾ സർക്കാരിനെതിരായിട്ടോ മറ്റ് ഏജൻസിക്കെതിരായിട്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 20 പ്രാവശ്യവും ഞാനും എൻ്റെ വൈഫും ഈ കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട് ഇത് കേൾക്കുന്നതിന് വേണ്ടി. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ എതിർപ്പാണ് വരുന്നത്. നമുക്കത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആരും തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടോ ഒന്നും പറയാത്ത അടിസ്ഥാനത്തിൽ എൻ്റെ ഏക മോളുടെ കൊലപാതകം അതിൽ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന് പുറത്തുള്ള ഒരു ANC അല്ലാതെ മറ്റാര് അന്വേഷണം നടത്തിയാലും അത് തെളിയുകയില്ല എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരുന്നത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പതിവില്ലാത്ത വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ADGPയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് ഹാജരായി ഇതിന് യുക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് പോസ്റ്റിങ് ജൂൺ 30-ാം തീയതിയായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ മാസവും 2-3 പ്രാവശ്യം ഈ കേസ് മാറ്റി അഡ്ജോൺ ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇവർ ഗവൺമെൻറ് പറയുന്ന പോലെ അല്ലെങ്കിൽ കോടതിയുടെ ഗവൺമെൻറ് വക്കീല ഭാഗം പറയുന്ന പോലെ ഈ പറഞ്ഞേക്കുന്ന കുറ്റപത്രം സമർപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അത് പറയുന്നത് തെറ്റാണ്. കാരണം ജൂൺ 30-ന് ഞങ്ങൾ മുമ്പ് കേസ് ഫയൽ ചെയ്യുന്ന 30-ന് ഫസ്റ്റ് പോസ്റ്റിംഗ് ആകുകയും ഇപ്പം നമ്മുടെ CBI എൻക്വയറി വേണമെന്നുള്ള ആ ഒരു പെറ്റീഷൻ അവിടെ നിലവിൽ പെൻഡിങ്ങിലുണ്ട്. ഇവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത് 3 മാസത്തിനകം 85ാമത്തെ ദിവസം ഏകദേശം ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലാണ്. അപ്പം ഗവൺമെൻറ് പറയുന്നത് കുറ്റപത്രം പോലീസ് അന്വേഷിച്ചു, കോടതിയിൽ
സമർപ്പിച്ചു. അതിനുശേഷം പിന്നെ CBI അന്വേഷണത്തിൽ പ്രസക്തിയില്ല എന്ന് പറയും. അതുതന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. നമ്മുടെ കേസ് അവിടെ പെൻഡിങ്ങിലുണ്ട്. നമ്മുടെ കേസ് എടുക്കാതിരിക്കുന്ന ഞങ്ങളുടെ ആളുടെ കുഴപ്പമൊന്നും അല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ പല പ്രാവശ്യം മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഡീഷണലായിട്ട് ഒരു കോടതി ബെഞ്ച് മാറി DGPയെ തന്നെ ചുമതല ഏൽപ്പിച്ചു. വീണ്ടും എൻക്വയറി. DGP ഞങ്ങളെ വിളിച്ച് എൻക്വയറിക്ക് വന്നു. അപ്പോൾ നേരിട്ട് DGPയോട് ഞങ്ങൾ ചോദിച്ചതാണ്, സാറ് ഏത് എൻക്വയറി നടത്തിയാലും സാറിൻ്റെ കീഴിലുള്ള അല്ല കേരള സ്റ്റേറ്റിലെ പോലീസ് നടത്തിയ എൻക്വയറിയെ തെളിവെടുപ്പ് അല്ലേ ഉള്ളൂ, നിങ്ങൾ കോടതിയിലും പറയുള്ളൂ, അല്ല അതിൻ്റെ അകത്ത് വേറെ ഒന്നും മാറ്റി പറയാൻ പറ്റിയാളെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ CBI കേസ് അവിടെ ഹൈക്കോടതിയിലുണ്ട്. അപ്പം 7 മാസം കൊണ്ട് ഏകദേശം 20 പ്രാവശ്യമാണ് ഈ കോടതി ഈ കേസുകൾ കേട്ടത്. അതിൽ മാത്രം എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇതുള്ളത്. കാരണം പല സുപ്രീം കോടതി വിധികളുമുണ്ട്. ഇങ്ങനെ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ പേരൻസിന് അതിന് എൻക്വയറി വേണമെങ്കിൽ CBI എൻക്വയറി അനുവദിച്ചു കൊടുക്കുന്ന തെറ്റില്ല എന്ന് പല ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാര്യം വന്നപ്പോൾ മാത്രം ഈ പറഞ്ഞേക്കുന്ന ഗവൺമെൻറ് ശക്തമായിട്ട് എതിർക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊന്നുമില്ല. നിലവിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. സർക്കാർ അങ്ങനെ പരാതി ആയിട്ടല്ല എങ്കിൽ പോലും എന്തിനാണ് സർക്കാർ ഇത് എതിർക്കുന്നത്? സർക്കാരിനൊരു ബുദ്ധിമുട്ടോ വരുന്ന കേസുകെട്ടോ ഇതൊന്നും വരുന്നില്ല. കോടതി തന്നെ പല പ്രാവശ്യം ചോദിച്ചു. ആദ്യമൊക്കെ പല ജഡ്ജിമാരും ചോദിച്ചു, എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസുകെട്ടല്ലോ. CBI അങ്ങനെ അവർക്ക് ഒരു പേരൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി എൻക്വയറി നടത്തേണ്ടത് എന്താണ് കുഴപ്പം എന്ന് പല ജഡ്ജിമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ഇങ്ങനെ ആമുഖത്തിൽ കോടതി അവിടെ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.